ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ മീൻകറി ഉണ്ടാക്കണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോന്നേക്ക് നമുക്കിന്ന് ഇതുപോലെ തന്നെ മീൻകറി ഉണ്ടാക്കി നോക്കാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ചാള മീനാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് രണ്ടും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് തേങ്ങയും ചെറിയ ഉള്ളി, ഒരു 6-7 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തു, തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തേങ്ങ ചൂട് പിടിക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അധികം മൂത്ത് പോണ്ട. യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ട്രിവാൻഡ്രത്തുള്ളവർ തന്നെയാണ് കൂടുതൽ തേങ്ങ യൂസ് ചെയ്യുന്നത് അല്ലേ. മറ്റുള്ളവരാരും മീൻകറിക്കോ തോരത്തിനോ ഒന്നും തേങ്ങ യൂസ് ചെയ്യാറില്ല. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ പൊടിയെല്ലാം പിടിച്ച് നന്നായിട്ട് ചൂട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് 1-2 സെക്കൻഡ് കൂടി ഇത് വറുത്ത് കൊടുക്കാം. പാത്രം ചൂടുള്ളത് കൊണ്ട് അടിയിൽ പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് മീൻകറിക്ക് അരയ്ക്കുമ്പോൾ തേങ്ങ അധികം അരിഞ്ഞു പോകരുതെന്ന്. അധികം അരിഞ്ഞു പോയാൽ ടേസ്റ്റ് കാണത്തില്ല കേട്ടോ മീൻകറിക്ക്. അതുകൊണ്ട് ഇപ്പം ഞാൻ അതുപോലെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പൊടിയിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി കഴുകിയിട്ട് അതും വെള്ളത്തിലിട്ട് കൊടുത്തു. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയെല്ലാം ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചില്ലേ കുടംപുളി, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ മീനിട്ട് കൊടുക്കാം കേട്ടോ. മീനിട്ടതിന് ശേഷമാണ് പിന്നെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ മീനിൽ കുറേ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നന്നായിട്ട് വെന്ത് വറ്റി വരും. ഇനി മീനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയ്ക്കായും പച്ചമുളകുമാണ്. മുരിങ്ങയ്ക്കയും പച്ചമുളകൊക്കെ ഞാൻ ഏകദേശം 1 മാസത്തോളമായി കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോന് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മുരിങ്ങയ്ക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുരിങ്ങയ്ക്കയും പച്ചമുളകും തക്കാളിയൊന്നും ഇല്ലാതെ മീൻകറി വയ്ക്കുന്നത് വളരെ അപൂർവമാണ് കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഉപയോഗിച്ചാണ് മീൻകറി വയ്ക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ മീൻ വെള്ളമെല്ലാം പറ്റി മീൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട്.